ഈ ഒരു വീഡിയോന്റെ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലുള്ള ഫോക്ക് ഡാൻസസിനെ പറ്റിയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇത് ലെങ്തി വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടേ ചിലപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാം ഫുള്ള് എനിക്ക് പറയാൻ പറ്റിയെന്ന് പറഞ്ഞ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കൂടി ഇട്ടേക്കണം. കാരണം എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഇത് ലെങ്തി ആകുമ്പോൾ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ രണ്ടായിട്ട് കട്ടാകും. നമ്മൾ മാക്സിമം നോക്കി പോകും. ഓക്കെ, നമുക്ക് ഏതായാലും തുടങ്ങാം. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇത് കുറെ ഫിഗറൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ജസ്റ്റ് റൈറ്റിങ്ങിൽ മാത്രം ചെയ്യുന്നത്. എന്നാൽ കഴിയുന്ന നിങ്ങൾക്ക് ഞാൻ എത്തിക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കോലാട്ടമാണ്. കോലാട്ടം എന്ന് പറയുന്ന ആന്ധ്രയിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ആന്ധ്രയിൽ അങ്ങ് തുടങ്ങാൻ പോവാം. ആന്ധ്രാപ്രദേശിന്റെ കേസിൽ നമ്മൾ ആദ്യമേ നോക്കുന്നതാണ് കോലാട്ടം. കോല് എന്നതിന്റെ അർത്ഥം എന്താണ്? സ്റ്റിക്ക് എന്നാണ് മീനിങ്. സ്റ്റിക്ക്. അപ്പൊ സ്റ്റിക്ക് ഡാൻസ് ആണ്. കോലാട്ടം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിക്ക് ഡാൻസ് ആണ്. കോലാട്ടം എന്താണ്? സ്റ്റിക്ക് ഡാൻസ് ആണ്. ഓക്കെ അല്ലേ? ഈ കോലാട്ടം സ്റ്റിക്ക് ഡാൻസ് ആണ്. ഇത് ഫെസ്റ്റീവ് സമയത്ത്, ഫെസ്റ്റീവ് സീസണില് വില്ലേജുകളിൽ പെർഫോം ചെയ്യുന്ന ഒരു ഡാൻസ് ആണ്. ഓക്കെ, ഫോക്ക് ഡാൻസ് എന്ന് പറയുമ്പോൾ ലോക്കലായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രൈബ്സ് അതിനായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കും, അങ്ങനെ വരും. ഈ ആന്ധ്രാപ്രദേശ് നോക്കിക്കഴിഞ്ഞാൽ തെലുങ്കുല് പുഷ്പ പയറല്ല തേങ്ങയാണെന്നൊക്കെ പറയുന്ന അല്ലു അർജുൻ അവിടെ ഇല്ലേ? അപ്പോ ബൊണാലു ആരാണ്? ബൊണാലു എന്ന് പറയുന്ന ഡാൻസ് എവിടുത്തെയാ? ആന്ധ്രാപ്രദേശ് തെലങ്കാന റീജിയനിലെയാണ്. അല്ലു അർജുൻ. ഓക്കെ, ഈ അല്ലു അർജുന്റെ സിനിമയിൽ ഒരു പാട്ടല്ലേ ബുട്ടബൊമ്മ. അപ്പൊ ബുട്ടബൊമ്മ എന്ന് പറയുന്ന ഡാൻസ് എവിടത്തെയാ? ബുട്ടബൊമ്മ എന്ന് പറയുന്ന ഡാൻസ് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെയാണ്? ആന്ധ്രാപ്രദേശ്. ഇനി പറയുന്ന ബുട്ടബൊമ്മ എന്ന് പറയുന്നതുണ്ടല്ലോ, ഈ ബുട്ട ബൊമ്മ അതിന്റെ ലിറ്ററൽ മീനിങ് തന്നെ ബാസ്കറ്റ് ടോയ്സ് എന്ന. എന്താണ്? ബാസ്കറ്റ് ടോയ്സ്. ബുട്ട ബൊമ്മ, ബാസ്കറ്റ് ഓഫ് ടോയ്സ്, ബുട്ട ബൊമ്മ. ഓക്കെ, വെസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിലാണ്. എവിടെ? വെസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിലാണ് ഇത് പ്രോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. വെസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റിലാണിത് പ്രോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഇതില് ഡാൻസേഴ്സ് മാസ്ക് ധരിക്കാറുണ്ട്. പെർഫോം ചെയ്യുമ്പോൾ ഡാൻസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മാസ്ക് ധരിക്കാറുണ്ട്. നിങ്ങൾ മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ മാസ്ക് അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച, മീൻസ് ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുവേ. ഇനി അടുത്താണ് ലംബാടി. ഈ അല്ലു അർജുന്റെ ഒക്കെ സിനിമയില് ആടിയൊക്കെ എന്ന് പറഞ്ഞ പിന്നങ്കാച്ചി അടിയാണ്, സീനടിയാണ്. ലംബ അടി, സീനടി, ലംബ് അടി. ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ഇവിടെയുള്ള ബഞ്ചാറ എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട്. ഈ ഒരു ട്രൈബാണ് ഈ പറയുന്ന ലംബാടി പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഫാർമേഴ്സിന്റെ ഡെയിലി ലൈഫ് ഉണ്ടല്ലോ, അതായത് സോയിങ്, ഫാമിങ്, ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ലംബാടി വരുന്നത്. ലംബാടി അല്ലു അർജുൻ ഓർത്ത് വെക്കണേ. ഓക്കെ അല്ലേ? അപ്പോൾ ആന്ധ്രാപ്രദേശ്. ഇനിയിപ്പോൾ ആന്ധ്രാപ്രദേശിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ആന്ധ്ര എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇടുക. അങ്ങനെ എല്ലാത്തിൻ്റെയും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാടാവും. ഞാനൊരു 100-ൽ കൂടുതലാണ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നോക്കാം. അടുത്താണ് ആസാം. ആസാം എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം എന്താ ഓടി വരുന്നത്? ആസാം ടീ, ശരിയല്ലേ? ആസാം എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ടീ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബോറടിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകും. അപ്പൊ ബോറടിച്ചാൽ ചായ കുടിക്കാൻ പോകും. ബോർത്താല്. ഓക്കെ, ഈ ബോർത്താലിന്റെ മീനിങ് തന്നെ എനിക്ക് തോന്നണേ എലത്താളം പോലത്തെ ഒരു ഐറ്റമാണ് അവർ യൂസ് ചെയ്യുന്നത്. സിമ്പിൾസ് എന്ന് പറയും. ലാർജ് എലത്താളം യൂസ് ചെയ്തിട്ട് ഡാൻസ് കളിക്കുന്നു ബോർത്താല്. ചായ കുടിക്കുമ്പോൾ എങ്ങനെ പോകുന്നത്? ചായ കുടിക്കുമ്പോൾ പോകാനായിട്ട് ഡിയോയിലാണ് പോകുന്നത്. അപ്പൊ ഡിയോധാനി. ചായ കുടിക്കാൻ ഡിയോയിൽ പോകുന്നു, ഡിയോധാനി. ഒരു സ്നേക് ഗോഡസ് ആണെന്ന് തോന്നുന്നു. അവരുടെ പേരുണ്ട്, മാനസ എന്ന പേര്. ആ മാനസ, സ്നേക് ഗോഡസ് ആയിട്ടുള്ള മാനസനെ പ്രകീർത്തിച്ചിട്ട് ആണ് ഈ ഒരു ഡാൻസ്, അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടാണ് ഈ പറയുന്ന ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ
ബിഹു ഫെസ്റ്റിവൽ കേട്ടിട്ടുണ്ടാവും. സിമിലർലി ബിഹു ഡാൻസ്. ബിഹു ഫെസ്റ്റിവൽ ആസാമിലെ ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ് ബിഹു ഡാൻസ് കൊണ്ട്. ഇത് മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്ന ആരാണ്? സ്ത്രീകളാണ്. പെർഫോം ചെയ്യുന്ന ആരാണ്? സ്ത്രീകളാണ്. സ്ത്രീകള് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബിഹു പെർഫോം ചെയ്യുന്നു. ഓക്കെ. ഇനി ചായയിൽ വാങ്ങിച്ചു നോക്കിയപ്പോ അതിനകത്ത് നിറച്ച് ഉറുമ്പാണ്. ഓക്കെ. ബാഗുറുമ്പ. ചായ ബാഗിൽ നിറച്ച് ഉറുമ്പാണ്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിങ്ങൾ ചായ കുടിക്കാൻ പോകുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും? ടീ ബാഗ് കാണും. അതിനകത്ത് നിറച്ച് ഉറുമ്പാണ്. ബാഗ് ഉറുമ്പ. ഓക്കെ. ഇത് ബോഡോ ട്രൈബ് ആസാമിൽ കാണുന്ന, അല്ലെങ്കിൽ ആ റീജിയനിലൊക്കെ കാണുന്ന ബോഡോ ട്രൈബാണ് ഈ ഒരു ഡാൻസ് കളിക്കുന്നത്. മെയിൻ ആയിട്ടും നേച്ചർ ആൻഡ് എൻവയോൺമെന്റിനെ ആണ് ഇതിന്റെ തീമായിട്ട് വരുന്നത്. നേച്ചർ ആൻഡ് എൻവയോൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ തീമായിട്ട് വരുന്നത്. ഓക്കെ. അടുത്താണ് ബീഹാർ. ബീഹാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാടുണ്ട്. ഇപ്പോ എന്താ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം ഞാൻ ഇതിനകത്ത് എഴുതാം. ബീഹാർ. ഓക്കെ. ബീഹാർ എന്ന് പറയുമ്പോൾ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു വിടും. ഓക്കെ. അമ്മയൊക്കെ പാന് വാരി നമുക്ക് അടിക്കും, അല്ലേ? എന്തെങ്കിലും എക്സാമിനൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഹാർ എന്ന് പറയുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അമ്മയൊക്കെ പാന് വാരി അടിക്കും. ഓക്കെ. പാന് വാരി അടിക്കും. പാൻ വാരിയ. ഓക്കെ. പാന് വാരി അടിച്ചു. ഇനി എന്ത് ചെയ്യുന്നു? നാട്ടിൽ നിൽക്കക്കളിയില്ല, വിദേശത്ത് പോകേണ്ടി വരും. വിദേശിയ. ഇനി ഭയങ്കര വിരഹമായിരിക്കും. വിരഹ. ഓക്കെ. ചിലവർ അങ്ങനെയല്ല മോനെ, ഇവര് വിട്ടുകൊടുക്കൂല. വിട്ടുകൊടുക്കാതെ എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കും. എങ്ങനെയെങ്കിലും ചത്ത് കിടന്ന് ജയിക്കാൻ നോക്കും. ജീന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ ജയിക്കുക, ആ ഒരു മീനിങ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് വിരഹ, അതിവിടെ തുടങ്ങാം. വിരഹ എന്ന് പറയുമ്പോൾ ബീഹാറിൽ ഉള്ള ഒരു ഫോക്ക് ഡാൻസ് ആണ് വിരഹ. ഇത് ഈ വിദേശിയ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസിന്റെ ഒരു വേരിയന്റ് ആണ്. വേരിയന്റ് ഓഫ് വിദേശ. ഓക്കെ. ഇത് ആക്ച്വലി നമ്മുടെ ഒരു സ്ത്രീയുടെ വിരഹത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് വീട് വിട്ട് പണിക്കും അല്ലെങ്കിൽ മറ്റേനൊക്കെ പോയ പുരുഷന്മാരുടെ അവരുടെ കാത്തിരിപ്പ്, അവരോടുള്ള കാത്തിരിപ്പ്, അല്ലെങ്കിൽ ആ പെയിനെ കാണിക്കുന്ന ആണ്. കോംപ്ലിക്കേറ്റഡ് ആയി. ഓക്കെ. ഇത്രയാണ് സംഭവം. പോർട്രേ ദ പെയിൻ ഓഫ് വുമൺ ഹൂസ് പാർട്ട്ണർ ആർ എവേ ഫ്രം ഹോം. ഓക്കെ, പറ്റും. അതാണ് നല്ലത്. പോർട്രേ ദ പെയിൻ ഓഫ് വുമൺ ഹൂസ് പാർട്ട്നേഴ്സ് ആർ എവേ ഫ്രം ദ ഹോം. ദെൻ ഇതിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് പ്രധാനമായിട്ടും പെർഫോം ചെയ്യുന്ന മെയിലാണ്, അതും ഫീമെയിൽസിന്റെ റോളിൽ. ഓക്കെ. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ജഡ്ജദിൻ. ഓക്കെ. ബീഹാറിലെ മിഥില റീജിയനിലാണ് ഇത് മെയിൻ ആയിട്ട് കാണുന്നത്. ഇവിടെ മിഥില റീജിയൻ. ഇതിന് മെയിൻ തീം എന്ന് പറയുമ്പോൾ മാരീഡ് കപ്പിൾസിന്റെ അവരുടെ ലവ്, ക്വാറല്, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തീം വരുന്നത്. ഓക്കെ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഏതാ പഠിച്ചേ? ബീഹാർ. അടുത്ത സ്റ്റേറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോക്കാം. അടുത്ത ഗൗർമരിയാണ് കിടക്കുന്നത്. അപ്പൊ ഗൗർമരിയ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഛത്തീസ്ഗഡാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പൊ ഛത്തീസ്ഗഡ് ചട്ടിയില് എന്ത് വെക്കും? മീൻകറി വെക്കും. ഓക്കെ. ചട്ടിയില് മീൻകറി വെക്കുമ്പോ ഗൗര മീൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്നതാണ് ഗൗര മീൻ. ഗൗർമരിയ. ഓക്കെ. ഇനി അതുപോലെ തന്നെ റോഹു എന്ന് പറഞ്ഞൊരു മീനെ പറ്റി കേട്ടിട്ടുണ്ടോ? റോഹു കട്ല എന്നൊക്കെ പറഞ്ഞ. ഇത് റോഹു അല്ല, റൗട്ട്നാച്ച. എന്താണ്? റൗട്ട്നാച്ച. ഇനിയിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഇടയ്ക്കായിട്ട് ഇച്ചിരി ഡീപ്പായിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കി പറയുന്നത്. ഷോർട്ട് കട്ടും പറയുന്നത്, ഇതും പറയുന്നത്.
അപ്പൊ ഗൗറം മരിയ എന്ന് പറയുമ്പോൾ ബൈസൺ ഹോണാണ്. ബൈസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ, മറ്റേ കാട്ടുപോത്തുള്ളൂ, ജിമ്മുള്ള ആനിമല്, കാലത്ത് അടിച്ചു പോയത് ജിമ്മനായിട്ടുള്ള ആനിമൽ. ഓക്കെ, ബൈസൺ ഹോൺ എന്നാണ് ഗൗർ മരിയയുടെ മീനിങ്. ബൈസൺ ഹോൺ. ഓക്കെ, ഇത് മൊറായി എന്ന് പറയുന്ന ട്രൈബ്. ഇതാണ് മൊറായി എന്ന് പറയുന്ന ട്രൈബാണ് ഉള്ളവരാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇതിനകത്ത് ഇവർ ഈ ബൈസണിന്റെ മൂവ്മെന്റിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബൈസണിന്റെ മൂവ്മെന്റിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മെന്നും വുമണും എല്ലാവരും ഈ ഒരു ഡാൻസ് കളിക്കും. ഓക്കെ, ഇനി റൗട്ട് നാച്ച എന്ന് പറയുമ്പോൾ യാദവ് കമ്മ്യൂണിറ്റിയിലുള്ളവര് ദീപാവലിയിൽ കളിക്കുന്ന ഡാൻസാണ്. യാദവ് കമ്മ്യൂണിറ്റിയിലുള്ളവർ എന്ത് ചെയ്യുന്നു? ദീപാവലിയിൽ കളിക്കുന്ന ഡാൻസാണ് ഏതെന്ന് പറയുന്നത്? റൗട്ട് നാച്ച്. റൗട്ട് നാച്ച് ഞാൻ ഇതിൽ കുറെയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ആക്ച്വലി നിങ്ങളത് ഫില്ല് ചെയ്ത് വിട്ടേക്കണേ. അപ്പം അടുത്ത നോക്കാം, അടുത്ത സ്റ്റേറ്റ് നമുക്ക് നോക്കാം. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ചിലപ്പോൾ ഞാൻ വിട്ടുപോകും, അതുകൊണ്ടാണ്. ഓക്കെ, ഗോവ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ആമ്പിള്ളേരെ ഒരു ഡ്രീം സ്പോട്ടാണ്, അല്ലെങ്കിൽ ഗോൾ സ്പോട്ടാണ് എന്തെന്ന് പറയുന്നത്? ഗോവ. എല്ലാ ആമ്പിള്ളേരും ഗോൾ സ്പോട്ട്. ഗോൾ അടിക്കണമെങ്കിൽ ഗോൾഫ് ക്ലബിൽ പോകണം. ഓക്കെ, ഗോൾഫ്. പക്ഷെ ഇത് ഗോൾഫാണ്. എന്ത് ചെയ്യണം? ഡ്രീം സ്പോട്ടാണ് ഏത്? ഗോവ. അവിടെ പോയിട്ട് എന്ത് ചെയ്യണം? തോന്നിയ പോലെ നടക്കണം. വെള്ളം അടിച്ചിട്ട് കിണ്ടി എടുത്ത് തോന്നിയ പോലെ നടക്കണം. എന്നിട്ട് ഗോഡ് മോഡ് ഓൺ ആക്കണം. നമ്മളിങ്ങനെ പറയത്തില്ലേ ഗോഡ് മോഡ് ഓൺ എന്ന്? അതുപോലെ തന്നെ ഗോഡ് മോഡ് ഓൺ ആക്കി നടക്കണം. പിന്നെ വേറെ പരിപാടിയൊക്കെ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ഒക്കെ ആയില്ലേ? ദെൻ ഷിഗ്മോ. അടുത്ത ഗോവയിലേതാണ് ഷിഗ്മോ. ദെൻ വെള്ളമൊഴിച്ച് കിളി പോയി കഴിഞ്ഞാൽ തലക്കിട്ട് താരങ്ങൾ കാണാൻ പറ്റും. താരങ്ങേൽ. എന്ന് പറയുമ്പോൾ വെള്ളമൊടി അല്ലേ മനസ്സിൽ വരുന്നത്, അതുകൊണ്ടാണ് താരങ്ങമേൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഗോവയില് ചലോ പോണം. സ്പെല്ലിങ് തെറ്റി എഴുതി വെള്ളം അടിച്ചതുകൊണ്ട് ചലോന്നതിന് വരെന്തായി? ദലോന്നായി. ഓക്കെ, ഇനി നോക്കാം. അപ്പൊ ഞാനിപ്പോ എന്താ പറഞ്ഞ? റാൻമേല് ഗോഫ്, താരങ്ങമേല് ദാലോ, തോന്യാമേല് ഗോഡ്മോഹിനി, ഷിഗ്മോ, എന്തോ വിട്ടുപോയല്ലോ, ദക്കിനി. അവിടെ പോകുമ്പോ ബിക്കിനി ഇട്ട കുറെ ആൾക്കാരെ കാണും, അങ്ങനെ വിചാരിക്കാം. തേക്കിനി. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഷിഗ്മോ ആ ലാസ്റ്റത്തെ വേർഡ് എടുത്തു കഴിഞ്ഞാൽ ഷിഗ്മോ ഗോവ പോലെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഇന്നോട്ട് തോന്നിക്കും. ഇത് സ്പ്രിംഗ് സീസണില് കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. നേച്ചറാണ് ഇതിന്റെ മെയിൻ തീം. ഓക്കെ, അത് കഴിഞ്ഞ് താരങ്ങയില് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുമ്പ് ദേക്കിനി പറയാം. ഇത് ക്രിസ്മസിന്റെ ടൈമില് ഗോവ റീജിയനിൽ കണ്ടുവരുന്ന ഒരു ഡാൻസ് ആണ്. താരങ്ങമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ താരങ്ങമേലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ദസറ ഹോളി ആ ടൈമിൽ ആണ് ഇത് കാണുന്നത്. ടൈമിലാണ് കാണുന്നത്. സെലിബ്രേറ്റ് ദ യൂത്ത്ഫുൾനെസ് ഓഫ് റീജിയൻ. അതുപോലെ തന്നെ ഈ ഡാൻസിന്റെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ ആ കോസ്റ്റ്യൂം മഴവില്ലിന്റെ പോലെ ഉണ്ടായിരിക്കും. റെയിൻബോ ലൈക്ക് കോസ്റ്റ്യൂം ആയിരിക്കും. ഓക്കെ, ഇതാണ് ഗോവ. ഓക്കെ, ഗോവ. ഇനി അടുത്ത് നമുക്ക് ഗുജറാത്തിലോട്ട് പോകാം. ഗുജറാത്തിന്റെ കേസില് റാത്വാനിഗർ. അതിലെഴുതിയിരിക്കുന്ന റാത്വ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ റാത്വ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി ഹോളിയുടെ സമയത്ത് കളിക്കുന്ന ഡാൻസ് ആണ് ഈ പറയുന്ന റാത്വാനിഗർ. റാത്വ എന്ന് പറയുന്ന
ട്രൈബൽ കമ്മ്യൂണിറ്റി ഹോളിയുടെ ടൈമിൽ കളിക്കുന്ന ഡാൻസ് ആണ് റാത്വാനി ഗിർ. ഓക്കെ. പിന്നെ കേട്ടിട്ടുണ്ടാവും ഗർഭ ഡാൻസ്, ഇഡലി ഗർഭ, ദോശ ഗർഭ, വട ഗർഭ എന്നൊക്കെ പറഞ്ഞ പോലെ ഗർഭ ഡാൻസ്. ഗർഭ എന്ന് പറയുന്നതിന്റെ ലിറ്ററൽ മീനിങ് തന്നെ എർത്ത് പോട്ട് എന്നാണ്. എന്താണ്? എർത്ത് പോട്ട്. അതായത് നമ്മള് മൺചിരാതുകൾ എന്നൊക്കെ പറയത്തില്ലേ, അത് ആണ്. നവരാത്രി സമയത്താണ് ഇത് കളിക്കുന്നത്. നവരാത്രി സമയത്താണ് കളിക്കുന്നത്. ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്താ? ഗർഭദീപ്. ഗർഭദീപ് എന്ന് പറയുമ്പോൾ എർത്തേൻ പോട്ട് വിത്ത് ഹോൾ. ഇതെന്ത് ചെയ്യും? ഈ എർത്തേൻ പോട്ട് ലൈറ്റപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? വുമൺ ഇതിന്റെ സറൗണ്ടിങ്ങിൽ നിന്നിട്ട് ഡാൻസ് കളിക്കും. അതുപോലെ തന്നെ ഈ ഗർഭ ഡാൻസ് 2023 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യ എന്നുള്ള ഐറ്റമാണ്. അങ്ങനെ കുറച്ച് ഡാൻസ് ഉള്ളൂ, അതിലൊന്നാണ് ഈ പറയുന്ന ഗർഭ ഡാൻസ്. ഓക്കെ, ഗർഭ ഡാൻസ്. ഓക്കെ, ഇനിയിപ്പോ ടിപ്പണി. ഗുജറാത്ത്. ഓക്കെ, ടിപ്പണി. ഇത് സൗരാഷ്ട്ര റീജിയനിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. ഈ ഡാൻസ് എവിടെ ഒറിജിനേറ്റ് ചെയ്തത്? സൗരാഷ്ട്ര റീജിയനിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. മെയിൻ ആയിട്ട് വുമൺസ് ആണ് ഇത് കളിക്കുന്നത്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് വുഡൻ സ്റ്റിക്ക് കൊണ്ട് നിലത്ത് തറയില് ഈ വുഡൻ സ്റ്റിക്ക് കൊണ്ട് അടിക്കും. അപ്പൊ ഒച്ച ഉണ്ടാകത്തില്ലേ? ആ ബീറ്റിനനുസരിച്ചിട്ട് ഡാൻസ് കളിക്കും. അതാണ് ടിപ്പ്. അങ്ങനെ കുത്രമുണ്ട്, ടിപ്പ്. ഓക്കെ, ആ ഒരു സൗണ്ടിനനുസരിച്ചിട്ട് ഡാൻസ് കളിക്കും. അതാണ് ടിപ്പണി. ഓക്കെ, ടിപ്പണി, ഗർഭ ഡാൻസ്, രാത്വാനി ഗിർ. ഓക്കെ, ഇനി അടുത്ത് ദാണ്ടിയ റാസ്. ഓക്കെ, ദാണ്ടിയ റാസ് നിങ്ങൾ ഒരു തമിഴ് പാട്ടുണ്ട്, പഴയ AR റഹ്മാന്റെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ദാണ്ടിയ ആട്ടപാടം ദസറ കൂട്ടം കൂടാ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതിനകത്ത് കാണിക്കുന്ന ദാണ്ടിയ റാസാണ്. അതായത് രണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് മറ്റേ ഇത് ചെയ്യത്തില്ലേ, അത്. ഇത് ഹോളിയുടെ ടൈമിലും നവരാത്രിയുടെ ടൈമിലൊക്കെയാണ് ഇത് കളിക്കുന്നത്. ഏതിന്റെ കൂടെ? ഗർഭ ഡാൻസിന്റെ കൂടെ. ഇമ്പോർട്ടന്റ് ആണ് ദാണ്ടിയ റാസ്. അടുത്ത നോക്കാം. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഹിമാചലിലോട്ട് പോവാണ്. ഹിമാചൽ എന്ന് പറയുമ്പോൾ ഹിമാലയം ഓർക്കണം. ഹിമാലയത്തിൽ നിന്നാണ് മിക്ക നദികളും ഉത്ഭവിക്കുന്നത്. സോ കുളു നാട്ടി അല്ലെങ്കിൽ കുളു മണാലി പോലെ കുളു ഹിമാലയം. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ കോട കാണാം. ഇത് കോടയല്ല, പകരം എന്താണാവോ? തോടയാണ്. ഇനി കായങ്ങ് മല എന്ന് വായിക്കുക. മലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ? ഹിമാലയം. കായങ്ങ് കായങ്ങ് മല. ഓക്കെ, ഹിമാലയം. ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ചാർബ. അടുത്ത ഫാഗ്. ഓക്കെ, ഹിമാചലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അപ്പോ ചാർബ എന്ന് പറയുന്നത് ദസറ സീസണിൽ കളിക്കുന്നതാണ്. ഇനി ഈ പറയുന്ന തോട അല്ലെങ്കിൽ കോട എന്ന് പറയുന്ന സാധനം ഒരു മാർഷൽ ആർട്ട് ഡാൻസ് ആണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ കളരിപ്പയറ്റൊക്കെ പോലെ വരുന്ന ഒരു മാർഷൽ ആർട്ട് ഡാൻസ്. ഇത് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും യുദ്ധത്തിന്, ആ ഫൈറ്റ് പോലെയുള്ള ആ ഒരു മോക്ക് ഡാൻസ് ആണ്. മോക്ക് മാർഷൽ ആർട്ടാണ്. ഇനി ഫാഗ് ഡാൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഫാർമേഴ്സിന്റെ ഫോക്ക് ഡാൻസ് ആണ്. ഇത് പ്രൈമർലി ഫെബ്രുവരി മാർച്ച് മന്തില് ഹാർവെസ്റ്റിന്റെ ടൈമിലാണ് ഈ പറയുന്ന ഫാഗ് കളിക്കുന്നത്. ഓക്കെ ആയിരിക്കും. നമുക്ക് ബാക്കി നോക്കാം. അടുത്ത ജമ്മു ആൻഡ് കാശ്മീർ.
ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, ജമ്മു കാശ്മീരിന്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഞാനിത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു ഡമ്പലിന്റെ ഷേപ്പ് പോലെയാണ്. ഓക്കെ, ഡമ്പലിന്റെ ഷേപ്പ് പോലെയാണ്. ഡമ്പലിന്റെ ഷേപ്പ് പോലെ ആയതുകൊണ്ട് തന്നെ ഡംഹൽ. എന്താണ്? ഡംഹൽ. ഡമ്പലിന്റെ പോലെ ഷേപ്പ് ഡംഹൽ. ഇന്ത്യന്റെ ഏറ്റവും ഇത്. ഓക്കെ, അടുത്ത റൌഫ്. റൌഫിന് പകരം നിങ്ങൾ റൂഫ് എന്ന് വായിക്കുക. റൂഫ് എന്ന് വായിക്കുക. ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ റൂഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീടിനെ ഒരു കുട പോലെ സംരക്ഷിക്കുന്ന എന്താണ് ഈ പറയുന്ന റൂഫാണ്, അല്ലെ? അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ ഏതാ? ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിലാണല്ലോ റൂഫ് ഉള്ളത്. റൂഫ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ ഏതാ? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ. ഇനി എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മള് കുട പോലെ സംരക്ഷിക്കുന്നത്. അപ്പൊ കുട്. പിന്നെ ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഹൈക്ക് ചെയ്ത് പോകണം. ഹൈക്കത്ത്. ഹൈക്കത്ത്. ഓക്കെ, ബാക്കി നോക്കി കഴിഞ്ഞാൽ പിന്നെയുണ്ട് ബാന്ത് പാന്തർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ റൌഫിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, അല്ല വേണ്ട, ഡംഹൽ തുടങ്ങാം. ഡംഹൽ ആക്ച്വലി വറ്റൽ എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട്. വറ്റൽ എന്ന് പറയുന്ന ട്രൈബ് ഉണ്ട്. ഈ വറ്റൽ ട്രൈബ്, ഓക്കെ, വറ്റൽ ട്രൈബാണ് ഈ പറയുന്ന ഡാൻസ് കളിക്കുന്നത്. ഇതിനകത്ത് കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം ധരിക്കും. അതുപോലെ തന്നെ കോണിക്കൽ കോണിക്കൽ ഹാറ്റ് ധരിക്കും. ഡ്രം ബീറ്റ്സിനനുസരിച്ചിട്ട് ഡാൻസ് കളിക്കും. ഇതൊക്കെയാണ് ഈ പറയുന്ന ഡംബെല്ലിൽ വരുന്നത്. ഇനി റോഫ് എന്ന് പറഞ്ഞു. റോഫ് എന്ന് പറയുമ്പോൾ റൂഫ്. അപ്പൊ ഈ പറയുന്ന ഡാൻസ് വുമൻസ് ആണ് കളിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഈദ്, റംസാൻ ആ ടൈമിലൊക്കെയാണ് ഇത് വരുന്നത്. ഈദ്, റംസാൻ ആ ടൈമിലൊക്കെയാണ് ഇത് കളിക്കുന്നത്. ഇനി കുട്ടി ഡാൻസ്. ഇത് ഹില്ലി ഏരിയയില് സോവിങ് ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് കളിച്ചു പോരുന്നതാണ് കുടി ഡാൻസ്. കുടി ഡാൻസ്. കുടി ഡാൻസ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇവിടെ തന്നെയാണെങ്കിൽ ലഡാക്ക് പറയാം. ലഡാക്കിൽ വരുന്നതാണ് നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ലഡാക്ക്. അപ്പൊ കൂട്ടുകാരുമായിട്ട് യാബ്രോ യാബ്രോ യാബ്രോ. ഇത് അവിടുത്തെ ചാങ്പ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ ടിബറ്റിയൻ ഡാൻസ് ഉണ്ട് ഒരെണ്ണം, ചാം എന്ന് പറയുന്ന. ചാം ഇതൊരു ബുദ്ധിസ്റ്റ് സെലിബ്രേഷൻ ആണ്. ആ ടിബറ്റിയന്റെ അടുത്ത് വരുന്ന ഏരിയയിൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഇതും കാണാൻ പറ്റും, വേറെ സ്റ്റേറ്റും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, അടുത്താണ് ഹരിയാന. ഹരിയാന എന്ന് പറയുമ്പോൾ ആന. ഗജം. ആന എന്ന് പറയുമ്പോൾ എന്താ മലയാളത്തിൽ ഗജം എന്ന് പറയും. ഗജം. ആന, ഗജം. ആന, ഗജം. ഓക്കെ, ഇത് ഗജം നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ സ്പെല്ലിങ് കാണാനായിട്ട് ഏകദേശം ഇതുപോലെ ഇരിക്കും. പക്ഷെ ഇത് ഗൂഗയാണ്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഗജ എന്ന് വായിക്കുക. ഓക്കെ, ഇനിയിപ്പോ ആനയ്ക്ക് മുതലായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കുമോ? ഇല്ല, ഞാനും നിൽക്കൂല. ഞാൻ എന്ത് ചെയ്യും? 100-ൽ 100 100-ൽ 100 പക്ഷെ ഇവിടെ 100-ൽ 100 ലൂറ് എന്ന് പറഞ്ഞു വരും. 100 ലൂറ്. ഓക്കെ, ഇളകിയ ആനയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? കോരിയേറി. നിങ്ങളെ കോരിയേറി. ഇനി മദം ഇളകിയ ആന എന്നല്ല പറഞ്ഞ. ആ മദം എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം. MADHAMAL. ഓക്കെ, മദം. ഇത്ര ഏല് ഞാൻ അഡീഷണൽ ഇട്ടു. ഇതിൽ നിന്ന് കളയുന്നു. ദാമൻ. ദാമൻ. ഓക്കെ, അപ്പോ ഗുജ, ദെൻ ലൂറ്, കോരിയ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ഹരിയാനയിലാണ്. ഇത് മെൻസ്. ഈ പറയുന്ന ദാമൽ എന്ന് പറയുന്ന മെൻസ് ആണ് മെയിനായിട്ട് കളിക്കുന്നത്. ഇതൊരു ഹാർവസ്റ്റ് ഡാൻസ് ആണ്. ഹാർവസ്റ്റ്. അതുപോലെ തന്നെ അഹിർ ഡാൻസ് എന്ന് പറഞ്ഞുണ്ട്. അത് അഹിർ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ കളിക്കുന്നത്. അല്ലെങ്കിൽ അഹിർ നൃത്യ എന്ന് പറയും. അഹിർ നൃത്യ. ഓക്കെ, അഹിർ കമ്മ്യൂണിറ്റി, അഹിർ നൃത്യ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചേരാവു. ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്.
ചേരാവു. ചേരാവൂലെ ലാസ്റ്റ് ലെറ്റർ മാത്രം എടുക്കാം. ലാസ്റ്റ് ലെറ്റർ മാത്രം എടുക്കാം. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. നമുക്ക് റാമെന്ന് വായിക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സോ മിസോറ, മിസോറ, മിസോറ. ഓക്കെ, ഈ മിസോറാമിലുള്ള ആൾക്കാര് ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ചേരാവോ. ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്ത് നിലത്തിങ്ങനെ വെച്ചിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്ന. ഓക്കെ, അതിങ്ങനെ നിലത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കൺട്രോൾ ചെയ്യും, അതിനനുസരിച്ച് ഡാൻസ് ചെയ്യും. ഓക്കെ, മെൻ ടാപ്പ് ദ ബാംബു സ്റ്റിക്ക് ആൻഡ് വുമൻ ഡാൻസ് ടു ദ ബീറ്റ്. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഇനി ഞാൻ അടുത്ത കട്ട് ചെയ്തിട്ട് പോകാൻ പോകുന്ന അൽക്കാപ്പ് എന്ന് പറയുന്ന ഡാൻസ്. ഈ അൽക്കാപ്പ് ആക്ച്വലി ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ റീജിയനിലാണ് മെയിനായിട്ട് കാണുന്നത്. ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ റീജിയനിലാണ് മെയിനായിട്ട് കാണുന്നത്. ജാർഖണ്ഡിലെ രാജ്മഹൽ ഹിൽ ഏരിയയിലും ജാർഖണ്ഡിലെ രാജ്മഹൽ ഹിൽ ഏരിയയിലും, അതേസമയം വെസ്റ്റ് ബംഗാളിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂർഷിദാബാദ്, മാൾഡ, ഈ ഒരു റീജിയനിലൊക്കെയാണ് ഈ ഡാൻസ് കാണാൻ പറ്റുന്നത്. ഇത് ആക്ച്വലി ഒരു 10-12 വരുന്ന ആൾക്കാരാണ്, ട്രൂപ്പാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഇത് ഗജൻ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഗോഡ് ശിവ, ഗജൻ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഗോഡ് ശിവയായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന, ഗജൻ ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഈ പറയുന്ന അൽക്കാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അൽക്കാപ്പ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ജുമൈർ എന്ന് പറഞ്ഞൊരു ഡാൻസ് ഉണ്ട്. ജുമൈറും നമ്മളിപ്പോ കണ്ട പോലെ തന്നെ ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ റീജിയനിലാണ് ഇത് കാണപ്പെടുന്ന ആ ഒരു ഏരിയ. ഇത് ആക്ച്വലി 2 വേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 വേരിയുണ്ട്. ഒന്ന് ജനനി ജുമേർ എന്ന് പറയും. ജനനി ജുമേർ. ഈ ജനനി എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീയാണ്. അപ്പൊ ഇത് വുമണ് കളിക്കുന്ന ജനനി ജുമേർ എന്ന് പറഞ്ഞുണ്ട്. ദെൻ മർദാന ജുമേർ ഉണ്ട്. മർദാന ജുമേർ ആരാ കളിക്കുന്നത്? മെന്നാണ് കളിക്കുന്നത്. മർദാന ജുമേർ എന്താ കളിക്കുന്നത്? മെന്നാണ്. ഇതൊരു ഹാർവെസ്റ്റ് ഡാൻസ് ആണ്. ട്രൈബൽ പീപ്പിൾസിന്റെ ഹാർവെസ്റ്റ് ഡാൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കർണാടകയിലോട്ട് വരാം. കർണാടക വരുമ്പോഴത്തേക്ക് നിങ്ങള് ഗരുഡ ഗമന വിദർഭ വാഹന എന്ന് പറഞ്ഞൊരു കിടിലം പടമുണ്ട്. കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ട്രിച്ചിന്റെ ഒറിജിനൽ പടമുണ്ട്, നമ്മുടെ രക്ഷിത് ഷെട്ടിന്റെ ഒരു പടമുണ്ട്. അതിനെല്ലാം തന്നെ ഒരു പുലികളി പോലത്തെ ഒരു ഡാൻസ് കളിക്കുന്നതാണ്. മറ്റേ ചന്ദ്രചൂഡ സോങ് തുടങ്ങുന്നതിന് മുമ്പ് പുലികളി പോലത്തെ ഒരു ഡാൻസ് കളിക്കുന്ന കാണാം. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതിന്റെ ഹൂളി വേഷ എന്ന് പറയും. ഈ ഹൂളി വേഷ എന്ന് പറയുമ്പോൾ കർണാടകയിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഇതാണ്. നമ്മുടെ ഇവിടെ പുലികളി പോലത്തെ. അതിനകത്ത് എന്ത് ചെയ്യും? മെയിൽ ഡാൻസേഴ്സ് ടൈഗറിനെ പോലെ പെയിന്റ് ചെയ്യും. ചെയ്തിട്ട് കളിക്കും. ഓക്കെ, നവരാത്രി സമയങ്ങളിലാണ് ഇത് കളിക്കുന്നത്. ലോർഡ് ദുർഗാദേവിനെ പ്രകീർത്തിച്ചു വേണ്ടിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ഇത് കളിക്കുന്നത്. ഏതാണ്? ഹോളി വേഷം. ഓക്കെ, അടുത്തത് പാട്ടാക്കുനിത. എന്താണ് പാട്ടാക്കുനിത എന്ന് പറയുന്നത്? പാട്ട മീൻസ് ബാമ്പു കൊണ്ടിട്ടുള്ള ഒരു പാട്ടാക്കുനിത. ഈ കുനിത ഡാൻസ് വെച്ചിരുന്നത് കർണാടകയിലാണ് കേട്ടോ. ഈ പാട്ടാക്കുനിത എന്ന് പറയുമ്പോൾ ബാമ്പു കൊണ്ടിട്ടുള്ള ഒരു പോളാണ്, ലോങ് പോളാണ്. അതിനെയാണ് പാട്ട എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് മൈസൂർ റീജിയനിലാണ് കാണുന്നത്. ഓക്കെ,
മൈസൂർ റീജിയനിലാണ് കാണുന്നത്. ഓക്കെ. ഇതിന്റെ വേറൊരു വേരിയന്റ് ഉണ്ട്, അതിനെ പൂജാ കുനിത എന്ന് പറയും. ഈ പൂജാ കുനിത കാണുന്നത് മെയിനായിട്ട് നമ്മുടെ ബാംഗ്ലൂർ ഏരിയയുടെ അടുത്താണ്. എവിടെയാണ് കാണുന്നത്? ബാംഗ്ലൂർ റീജിയന്റെ അടുത്തിട്ടാണ് കാണുന്നത് പൂജാ കുനിത. പൂജാ കുനിത, പൂജാ കുനിത, ബാംഗ്ലൂർ റീജിയൻ. ഇത് കൂടാതെ ഇപ്പൊ കാറാണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രീസ് പറ്റും. കാറാണെങ്കിൽ എന്ത് ചെയ്യും? ഗ്രീസ് പറ്റും. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? വീർ ഗേസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് ഉണ്ട്. ഇതിന് വീർ ഗേസ് എന്ന് പറയുന്ന ഡാൻസ് ഉണ്ട്. വീർ ഗേസ്, വീർ ഗേസ്. ഇനി കാറാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പണിയാൻ പറയും. നമ്മൾ പറയും കാം സാലെ പണിയടാ, കാം സാലെ, അരെ സാലെ കാം കറ്, കാം സാലെ എന്ന് പറയും. സോ അങ്ങനെ ഓർക്കാം. ഇനി അടുത്ത ഇതേ 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 കർണാടക റീജിയൻ ആണ്, പക്ഷെ എന്നാലും ഒരു തമിഴ്നാട് ഏരിയ, അല്ലെങ്കിൽ നമുക്ക് പറയാം തുളുനാടൻ റീജിയൻ. തുളുനാടൻ റീജിയനിൽ കാണപ്പെടുന്ന തുളുനാടൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തുളുനാട് എന്ന് പറയുമ്പോൾ, നമ്മുടെ കേരളത്തിന്റെ സദേൺ പാർട്ട്, കേരളത്തിന്റെ നോർത്തേൺ പാർട്ട്, കാസർഗോഡ് ആ മുകളിലത്തെ ഏരിയയും കർണാടകയുടെ സൗത്ത് പാർട്ട്, അതാണ് തുളുനാട് എന്ന് പറയുന്നത്. അവിടെ കാണുന്നതാണ് നാഗാരാധന എന്ന് പറയുന്ന ഡാൻസ്. നാഗാരാധന പിന്നെ ഈയിടക്ക് ഫേമസ് ആയി. ഈയിടക്കല്ല, നിങ്ങൾ എല്ലാവരും കാന്താര കണ്ടിട്ടുണ്ടാവും. ഈ കാന്താരയിൽ കാണിക്കുന്ന ഡാൻസ് ഇല്ലേ, അത് അവിടെയുള്ള ഒരു ഫോക്ക് ഡാൻസ് ആണ്. അതിന്റെ പേരാണ് ബുട്ടാക്കോല. ബുട്ടാക്കോല, ബുട്ടാക്കോല. ഇതേ തുളുനാട് റീജിയനിൽ കാണുന്ന ബുട്ടാക്കോല. ഓക്കെ. ദെൻ ആട്ടിക്കലേജ. ആട്ടിക്കലേജ ഏകദേശം ഇതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അതിന്റെ നിങ്ങൾ അതിന്റെ ഫിഗർ എടുത്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഈ ആട്ടിക്കലേജ് ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ ആ കാന്താരയിൽ കാണിക്കുന്ന പോലത്തെ ഐറ്റം ആട്ടിക്കലേജ. കാന്താര 1 മീൻസ് ഫസ്റ്റത്തെ ആട്ടിക്കലേജ. ഓക്കെ. ഇനി കേരളത്തിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, കൈകൊട്ടിക്കളി, പടയണി, ചാക്യാർകൂത്ത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാലും കേരളത്തിലെ ഞാൻ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം. അത് വേറൊന്നും കണ്ടല്ല, അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. മുടിയേറ്റ് കേട്ടിട്ടുള്ളതായിരിക്കും. മുടിയേറ്റ്. ഈ മുടിയേറ്റിന്റെ പ്രത്യേകത ഉണ്ട്. ഞാൻ കുറച്ച് പറഞ്ഞില്ലേ, ഗർഭ ഡാൻസ് യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റിലുള്ള ഒരു ഡാൻസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആ ഒരു ലിസ്റ്റിൽ പേര് കൊണ്ടിട്ടുള്ള ഡാൻസ് ആണ് ഈ പറയുന്ന മുടിയേറ്റ്. 2010 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇത് ഇടം നേടിയത്. ഓക്കെ. ഇത് കൂടാതെ കോൽകളി, പരിചകളിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ എന്തുകൊണ്ട് അത് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോൽകളിയും പരിചകളിയും കേരളത്തിൽ എന്ന പോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപ് ഏരിയയിൽ ഈ പറയുന്ന ഏത് കാണാൻ പറ്റും? കോൽകളിയും പരിചകളിയും. കോൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്റ്റിക്ക്. പരിച എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഷീൽഡ്. അപ്പൊ ഇതൊരു മോക്ക് ഫൈറ്റ് പോലെ, അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ പറയുന്ന കേരളത്തിന്റെ നോക്കുന്നത്. ബാക്കിയുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഈ പറയുന്ന ലഡാക്കിലെ വേറൊരു ഇമ്പോർട്ടന്റ് ആണ് ലാവ ഡാൻസ്. ലഡാക്ക് ലാവ. നമ്മുടെ മിനിക്കോയ് ഐലൻഡ് ഉണ്ടല്ലോ, ഈ മിനിക്കോയ് ഐലൻഡിലാണിത് കളിക്കുന്നത്. മിനിക്കോയ് ഐലൻഡ്. ഓക്കെ. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഫുഗ്ഡി എന്ന് പറയുമ്പോൾ കൊങ്കൺ റീജിയൻ. കൊങ്കൺ എന്ന് പറയുമ്പോൾ ഏതാ? മഹാരാഷ്ട്ര ഗോവ റീജിയനിൽ കാണുന്നതാണ് ഈ പറയുന്ന ഫുഗ്ഡി. പറയുന്ന ഫുഗ്ഡി ഫെസ്റ്റീവ് സീസണിൽ വുമൻസ് കളിക്കുന്ന ഡാൻസാണ്. അപ്പൊ മഹാരാഷ്ട്ര പറഞ്ഞുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഞാൻ പറഞ്ഞുതരാം. ലാവണി എന്ന് പറയും. ലാവണി ഇമ്പോർട്ടന്റ് ആണ്. ലാവണ്യം എന്ന് വെച്ചാൽ എന്താ? ബ്യൂട്ടിഫുൾ. ഈ ലാവണ്യ എന്ന് പറയുന്ന വേദിയിൽ നിന്നാണ് ലാവണി എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. ഇത് ഡാൻസേഴ്സ് എന്ത് ചെയ്യും? ഡോൾക്കി എന്ന് പറയുന്ന ഒരു
ഡ്രം പോലത്തെ ഒരു സാധനം ഉണ്ട്, ഡ്രമ്മാണെന്ന് എൻ്റെ വിശ്വാസം. അതിന്റെ ബീറ്റിനനുസരിച്ച് ഡാൻസ്. ഓക്കെ. ഇനി ഇതേ MH മഹാരാഷ്ട്രയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് തമാശ. തമാശ മഹാരാഷ്ട്രയിലല്ലേ അന്തേരി നമുക്ക് കാണാൻ പറ്റുന്നത്, അന്തേരി. അപ്പൊ അന്തേരി അല്ല, ഇത് അങ്കേരി. അങ്കേരി അല്ല, ഡങ്കേരി. ഡീറ്റ് കഴിഞ്ഞാൽ ഡങ്കേരി. ദെൻ കോലി. കോലി കോലി എന്ന് പറയുമ്പോൾ ഫിഷർ കമ്മ്യൂണിറ്റി കളിക്കുന്ന ഒരു ഫോക്ക് ഡാൻസ് ആണ്. മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ലസ്സി കഴിക്കാം. ലസ്സി പോകാം, മഹാരാഷ്ട്ര പോയാലല്ലേ കഴിക്കാൻ പറ്റും. അപ്പൊ പോവാട അല്ലെങ്കിൽ വടാപ്പാവ് ആലോചിക്കാം, പോവാട. ഓക്കെ. ദെൻ ഡങ്കേരി ഗാജ. ഡങ്കേരി ഗാജ. ഇത് ഡങ്കാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഡങ്കാർ. ഈ ഡങ്കാർ കമ്മ്യൂണിറ്റിയാണ് ഇത് കളിക്കുന്നത്, ഡങ്കാർ കമ്മ്യൂണിറ്റി. അതാണ് ഏതിന്റെ മഹാരാഷ്ട്ര എന്ന് പറയാനുള്ളത്. ഇനി മധ്യപ്രദേശ്. മധ്യപ്രദേശ് മദ്യം 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 തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ കുറേണത്തിന് ഭ്രാന്താണ്. മദ്യം എന്ന് പറയുമ്പോൾ ജവാൻ ഒരു ബ്രാൻഡാണ്. ജവാര. ജവാര. ജവാര അതൊരു ഹാർവസ്റ്റ് ഡാൻസ് ആണ്. ജവാര എന്ന് പറയുന്നത് എന്താണ്, ഹാർവസ്റ്റ് ഡാൻസ് ആണ്. മധ്യപ്രദേശില് ബുന്ധേൽഖണ്ഡ് എന്ന് പറയുന്ന റീജിയൻ, മധ്യപ്രദേശിലെ ബുന്ധേൽഖണ്ഡ് എന്ന് പറയുന്ന റീജിയനിലാണ് ഇത് കളിക്കുന്നത്. ഇതിലെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളവെടുത്ത സാധനങ്ങൾ ബാസ്ക്കറ്റിലാക്കിയിട്ട് അത് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു ഡാൻസാണ് ജവാര. പിന്നെ മദ്യം കഴിച്ച് കഴിഞ്ഞാൽ മത്ത് പിടിക്കും കുറെ എണ്ണത്തിന്. അപ്പൊ മക്കി. 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 മക്കി എന്ന് പറയുമ്പോൾ മാൽവാ റീജിയനിലുള്ള സ്ത്രീകൾ കളിക്കുന്ന ഒരു ഡാൻസാണ്. മാൽവാ റീജിയനിലുള്ള സ്ത്രീകൾ കളിക്കുന്ന ഒരു ഡാൻസാണ്. ഇത് മെയിനായിട്ട് സോളോ പെർഫോമൻസ് ആണ്. ഇതിന് 2 വേരിയന്റ് ഉണ്ട്. ഒന്ന് ആധാ നാച്ച് എന്നും മറ്റൊരു ഖാഡ നാച്ച് എന്നും പറയും. ആധാ നാച്ച്, ഖാഡ നാച്ച്. ഓക്കെ. അതാണ് മധ്യപ്രദേശ്. അഡീഷണൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോണേ, കുറെ ഉണ്ടാവും. നമുക്കിപ്പോ മെയിനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അടുത്തതാണ് തങ്ത. തങ്ത എന്ന് പറയുമ്പോൾ തങ്കം തരണം എങ്കിൽ എന്ത് കൊടുക്കണം, പൈസ കൊടുക്കണം. തങ്കം തരണം എങ്കിൽ, തങ്ത എന്ന് പറയുമ്പോൾ തങ്കം തരാനാ പറഞ്ഞത്, പൈസ കൊടുക്കണം. മണിപ്പൂർ. ഈ മണിപ്പൂർ റീജിയനിൽ കാണുന്ന മാർഷൽ ആർട്ടാണ്. അതിൽ തങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സോഡാണ്. തങ്ക് എന്ന് പറയുമ്പോൾ എന്താണ്, സോഡാണ്. ഇതെന്താണ്, സ്പിയറാണ്. താ എന്ന് പറയുമ്പോൾ സ്പിയറാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ടുള്ള ഒരു മോക്ക് ഫൈറ്റിനെ കാണിക്കുന്നതാണ് തങ്ത എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നാഗാലാൻഡിൽ കാണുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആണ് റങ്മ. എന്താണ് റങ്മ? റങ്മ. റങ്ക് നാഗ് കാണാൻ ഏകദേശം സിമിലർ പോലെ. ഇത് അവിടുത്തെ നാഗ് കമ്മ്യൂണിറ്റി, നാഗാലാൻഡിലുള്ള നാഗ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഒരു കളിക്കുന്ന ഒരു വാർ ഡാൻസ് ആണ്. ഓക്കെ. ഇനി നോക്കിക്കഴിഞ്ഞാൽ പൈക്ക ഇഷ്ടംപോലെ പ്രാവശ്യം എക്സാം ചോദിച്ചിട്ടില്ല. പൈക്കളെ നമ്മൾ എന്ത് ചെയ്യും, ഓടിക്കും. പൈക്കളെ ഓടിക്കും അല്ലെങ്കിൽ മെയ്ക്കും. ഒഡീഷ. ഇത് ഒരു മാർഷൽ ഡാൻസ് ഫോമാണ്. കളരിപ്പയറ്റൊക്കെ പോലെ ഒരു മാർഷൽ ഡാൻസ് ഫോമാണ്. നമ്മുടെ ഇടയ്ക്ക് ഇത് ജാർഖണ്ഡിന്റെ റീജിയനിലും ഒഡീഷയിൽ കാണാൻ പറ്റും. ഈ പൈക്ക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലോങ് സ്പിയർ എന്നാണ് മീനിങ്. ഇതെന്ത് ചെയ്യും, ഡാൻസേഴ്സ് ഈ വുഡൻ സ്പിയറും ഷീൽഡൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ബാറ്റ് പോലെ ഇങ്ങനെ കാണിക്കും. അതാണ് സംഭവം വരുന്നത്. ഇനിയുണ്ട് ഘണ്ടാമൃതംഗം. ഘണ്ടാമൃതംഗം എന്ന് പറയുമ്പോൾ ഘണ്ടാമൃതംഗം ഇത് ആക്ച്വലി ഒഡീഷയിലെ തന്നെയാണ്. വൈഷ്ണവ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ കാണുന്ന ഒരു ഡാൻസ് ആണ് ഘണ്ടാമൃതംഗം. രാധാകൃഷ്ണ ജഗന്നാഥ് ഈ ഗോഡുകളെ പ്രകീർത്തിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഒഡീഷയിൽ പോയി കഴിഞ്ഞാൽ രഥയാത്ര കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ ദണ്ഡജാത്ര. ഇതിനകത്ത് മെയിനായിട്ട് ബ്രദർഹുഡ് ആൻഡ് ഹാർമണിയാണ് തീം എന്ന് പറയുന്നത്. ഇനി ഓടിക്കളിച്ചു കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ ഒടിയും. കയ്യും
കാല് എല്ലാം കൂടി കൈ, ഡാൽക്കൈ. ഡാൽക്കൈ. ഈ ഡാൽക്കൈ എന്ന് പറയുന്നത് ദസറ സീസണിൽ കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. രാമായണം മഹാഭാരതം കൃഷ്ണന്റെ സ്റ്റോറീസ് ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ തീം. ഓക്കെ, രാമായണം മഹാഭാരതം കൃഷ്ണന്റെ തീം ഇതൊക്കെയാണ് ഇതിന്റെ തീം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗരടി. ഗരടി അല്ല, ഗരടി. ഗരടി എന്ന് പറയുമ്പോൾ പോണ്ടിച്ചേരി റീജിയനിൽ കാണാൻ പറ്റുന്ന ഒരു ഡാൻസ് ആണ്. ഗരടി എവിടെ കാണാൻ പറ്റുന്നതാണ്? പോണ്ടിച്ചേരി റീജിയൻ കാണാൻ പറ്റുന്നത്. പോണ്ടിച്ചേരി, പുതുച്ചേരി, പോണ്ടിച്ചേരി. ഇത് രാമരാവണ യുദ്ധത്തിന് ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ രാമന്റെ കൂടെയുള്ള സേന വാനരസേനയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അപ്പോ ഈ ഗഡരി എന്ന് പറയുന്നത് രാമന്റെ വിക്ടറീനെ കാണിക്കാനുള്ളതാണ്. ഇതില് ഡാൻസേഴ്സ് മങ്കീനെ പോലെ വേഷം ചെയ്തിട്ട് ഡാൻസ് ചെയ്യും. അല്ല, മങ്കീന്റെ പോലെ വേഷമല്ല, അതിന്റെ മൂവ്മെന്റ് ആയിരിക്കും ഈ ഡാൻസ് കാണുന്നത്. മങ്കീനെ പോലുള്ള മൂവ്മെന്റ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ പഞ്ചാബികൾ. പഞ്ചാബികൾ സ്ട്രോങ് ആണ്. അവന്മാരുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇടി കൊണ്ട് പണി അടിക്കും. ഓക്കെ, അപ്പൊ ഇടി അവിടെ നിങ്ങൾ അങ്കാര കേട്ടിട്ടുണ്ട്? അങ്കാര, അങ്കാര. അതുപോലെ ദങ്കാര എന്ന് പറയുന്ന ഡാൻസ് ഉണ്ട്, പഞ്ചാബാണ്. കിട്ടിക്കഴിഞ്ഞാൽ കിളി പോവും നമ്മുടെയൊക്കെ. അവിടെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ കിളി പോവും അല്ലെ? കിളി പോവും, കിളി പോവും. ഓക്കെ, കിക്കിളി പോവും. കിക്കിലി ഡാൻസ്. കിക്കിലി ഡാൻസ് ഞങ്ങൾ ഗേൾസ് കളിക്കുന്നതാണ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഭാംഗ്ര ഡാൻസ്. കണ്ടിട്ടുണ്ടാവും കുറെ പേരൊക്കെ ഭാംഗ്ര. ഈ ഭാംഗ്ര ഡാൻസിന്റെ ഫീമെയിൽ വേർഷനാണ് ഗിദ്ദ. ഭാംഗ്ര ഡാൻസിന്റെ ഫീമെയിൽ വേർഷനാണ് ഗിദ്ദ. ഭാംഗ്ര ഡാൻസിന്റെ ഫീമെയിൽ വേർഷനാണ് ഗിദ്ദ. ഭാംഗ്ര, ഗിദ്ദ, ഭാംഗ്ര, ഗിദ്ദ. ഈ ബൈശാഖി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട് പഞ്ചാബില്. നിങ്ങൾ എങ്ങനെ ഓർത്തു വെക്കും? ഈ പറയുന്ന വൈശാഖിന്റെ സിനിമയാണ് മല്ലു സിനിമ. അങ്ങനെ ഓർക്കുക. ഈ ബൈശാഖി ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഭാംഗ്ര ഡാൻസ്, ഗിദ്ദ ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, അടുത്താണ് ജൂമർ. ജൂം ബറാബർ ആ സോങ് കേട്ടിട്ടില്ലേ? അതിൽ പഞ്ചാബി ഡാൻസ് അല്ലേ കളിക്കുന്നത് ഏകദേശം. അപ്പൊ ജൂമർ ഇത് ഹാർവെസ്റ്റ് സീസണിൽ കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. ഹാർവെസ്റ്റ് സീസണിൽ കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ജൂമർ. ആംഗ്രയില പോലത്തെ കോസ്റ്റ്യൂമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മുടെ സിഖുകാരുണ്ടല്ലോ, അവരാണ് പെർഫോം ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, പഞ്ചാബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക? ഭാംഗ്ര, ഗിദ്ദ, ജൂമർ. ഓക്കെ, ഇനി രാജസ്ഥാൻ. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മരുഭൂമിയാണ്. മരുഭൂമിയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഭൂമിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഗൂമർ, ഗൂമർ. ഈ ഗൂമർ എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് ഒരു ഇതാണ്. അതായത് നിങ്ങൾ പത്മാവത് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ? അതിൽ കാണിക്കുന്ന ഗൂമർ ഡാൻസ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രൈബ് 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രൈബാണ് ബിൽ ട്രൈബ്. ബിൽ ട്രൈബാണ് ഈ പറയുന്ന ഗൂമർ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഇനി മരുഭൂമിയിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഭാവനയില് വെള്ളമുള്ളതായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ബാവൈ ഡാൻസ്. ഓക്കെ, ഇത് ഡെസേർട്ട് റീജിയനിലാണ് ഈ പറയുന്ന ബാവൈ ഡാൻസ് കളിക്കുന്നത്. ഇനി തേരാത്താലി. തേരാത്താലി രാജസ്ഥാനിലാണ്. അവിടെയുള്ള കമർ എന്ന് പറയുന്ന ട്രൈബ് ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. തേരാത്താലി പെർഫോം ചെയ്യുന്ന ഒരു കമർ ട്രൈബാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കൽബേലിയ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യുനെസ്കോയിന്റെ ഹെറിറ്റേജ് സൈറ്റിൽ, ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് കൾച്ചറൽ സൈറ്റിലുള്ള ഡാൻസ് ആണ് കൽബേലിയ. 2010 ഇത് ഇടം നേടിയത്. കൽബേലിയ കമ്മ്യൂണിറ്റിയിലുള്ള വിമൻസ് ആണ് ഇത് കളിക്കുന്നത്. ഈ കൽബേലിയ ഡാൻസിന്റെ കോസ്റ്റ്യൂമും മൂവ്മെന്റും എല്ലാം തന്നെ സർപ്പങ്ങളെ പോലെ ആയിരിക്കും. ഓക്കെ, ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബീൻ. ബീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മകുടി പോലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ,
ഇനി കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, തമിഴ്നാട്ടിലെ ഞാൻ പറയാം കുമ്മികളി. കുമ്മികളി കേരളത്തിലും കുറെ സ്ഥലത്ത് കാണും. പിന്നെയുണ്ട് മയിലാട്ടം, കരകാട്ടം, ആ, കരടിയാട്ടം, ആനയാട്ടം, പാമ്പാട്ടം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. കാളയാട്ടം, കാളയാട്ടം എന്ന് വെച്ചാൽ ബുൾ ഡാൻസ്. മയിലാട്ടം എന്ന് പറയുന്നത് പീക്കോക്ക് ഡാൻസ്. കരടിയാട്ടം എന്ന് വെച്ചാൽ ബിയർ ഡാൻസ്. ആളിയാട്ടമുണ്ട്, ഭീമൻ ഡാൻസ്. പാമ്പാട്ടമുണ്ട്, സ്നേക്ക് ഡാൻസ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കേട്ടാൽ ക്ലിക്കാവുന്ന സാധനമാണ് തമിഴ്നാട്. തമിഴ്നാട് ഉം. അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. ഓക്കെ, ഉത്തരം കണ്ട്. ഓക്കെ, ചോദ്യം കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉത്തരം കണ്ട് എഴുതി. അപ്പൊ എനിക്ക് ബിസിയായി. ചോദ്യം തന്നു, ചോദിയ. ചോദ്യം എനിക്ക് തന്നു. ലിയ എന്ന് പറയുമ്പോൾ തരിക എന്നാണ് ഹിന്ദിയിൽ മീനിങ്. ചോദ്യം എനിക്ക് തന്നപ്പോൾ എനിക്ക് ഉത്തരം അറിയാവുന്നതുകൊണ്ട് ഞാൻ എളുപ്പം എഴുതി. ഇതൊരു മാർഷ്യൽ ഡാൻസ് ഫോമാണ്. ഇതൊരു മാർഷ്യൽ ഡാൻസ് ഫോമാണ്. വെഡിങ് പോലുള്ള ടൈമിലാണ് ഇത് കളിക്കുന്നത്. ദെൻ പാണ്ഡവ നൃത്യം. പാണ്ഡവ നൃത്യം എവിടെയുള്ള? ഉത്തരാഖണ്ഡിലുള്ള. UK എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് കിങ്ഡം അല്ല, ഉത്തരാഖണ്ഡാണ്. മഹാഭാരത കഥയെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അടുത്താണ് ലാംഗ്വീർ നൃത്യം. അതൊരു അക്രോബാറ്റിക് ഡാൻസ് ഫോമാണ്. ലാംഗ്വീർ നൃത്യ. ലാംഗ്വീർ നൃത്യ അക്രോബാറ്റിക് ഡാൻസ് ഫോമാണ്. കോപ്പി അടിക്കാൻ നേരത്ത് അക്രോബാറ്റിക് ആയിട്ടുള്ള പല മൂവ്മെന്റ് വിചാരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 10-70 മുകളിൽ പോകും എന്നാണ് എൻ്റെ വിശ്വാസം. അതിലെ കൊണ്ടുപോകും. നോക്കാം. അടുത്താണ് പിങ്കി ചാം. പിങ്കി ചാം. അതിന്റെ പേര് തുടങ്ങിയിരിക്കുന്ന SI. അപ്പൊ ഏതാണ്? സിക്കിം. സിക്കിം റീജിയനിൽ കാണുന്നത്. സിക്കിം. പോപ്പുലർ ഡാൻസ് ഫോം ഓഫ് സിക്കിം ആണ്. ഇതിനകത്ത് എന്ത് ചെയ്യും, ആൾക്കാർ സിംഗത്തിനെ പോലെ അല്ലെങ്കിൽ ലയണിനെ പോലെ, വെറും ലയണല്ല, സ്നോ ലയണിനെ പോലെ ഡ്രസ് ചെയ്തിട്ട് ഡാൻസ് കളിക്കും. ഇത് നമ്മുടെ കാഞ്ചൻജംഗയിലുള്ള ട്രൈബിനെയും ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, കാഞ്ചൻജംഗ പീക്കിനെയും കാഞ്ചൻജംഗയിലുള്ള നമ്മുടെ ട്രൈബിനെയും ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, അടുത്താണ് പേരിനി താണ്ഡവം. പേരിനി താണ്ഡവം. അപ്പൊ തന്നെ അത്ഭുതപ്പെട്ട പേരിനി എന്ന് പറഞ്ഞ നിൽക്കുന്നതാണ്. ഓക്കെ, തെലങ്കാന റീജിയൻ ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. താണ്ഡവം. താണ്ഡവം എന്ന് പറയുന്നത് ശിവദേവനെ കാണിക്കാനാണ് അല്ലെ. അപ്പോ പെർഫോംഡ് ഇൻ ഓണർ ഓഫ് ലോർഡ് ശിവ. ശിവദേവന്റെ ഓണറായിട്ട് കാണിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ഡാൻസ് ഫോമാണ് പേരിണി. കളിക്കുന്നത് പേരിണി താണ്ഡവം എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ത്രിപുര. ത്രിപുര. പുര. പുര അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊക്കെയാണ് പുര എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുക. അപ്പൊ ഗിരി എന്ന് പറയുന്ന നാട്ടിൻപുറത്ത് കേൾക്കുന്ന ഒരു പേരാണ്. ഗിരി എന്ന് പറയുന്ന നാട്ടിൻപുറത്ത് കേൾക്കുന്ന പേരാണ്. അപ്പൊ ഇതെന്താണ്? ഓജാഗിരി അല്ലെങ്കിൽ വിജാഗിരി നാട്ടിൻപുറത്ത്. ഇതില് ആക്ച്വലി ബോഡിയുടെ അപ്പർ പാർട്ട്, ഹാഫ് പാർട്ട് മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ലക്ഷ്മി പൂജയുടെ സമയത്താണ് ഈ ഒരു ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്താണ് വീട് കർവ്. വീട് കർവ്. കരിയ. കരിയ. ത്രിപുര കരിയ. സോയിങ് സീസണിൽ കളിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് കരിയ. ഇനി ഭൂമി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നാട്ടിൻപുറത്ത് വരുന്ന ആ രീതിയിലൊക്കെ പേരല്ലേ. ഇപ്പൊ ഭൂമണി അല്ലെങ്കിൽ മണി എന്ന് വിചാരിക്കുക. ഭൂമിയിലുള്ള മണി, ഭൂമണി. ലപാങ് ഭൂമണി. ഇത് ആക്ച്വലി ഇത് ആക്ച്വലി ഒരു ഹാർവസ്റ്റ് ഡാൻസ് ആണ്. ട്രൈബൽ കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു ഹാർവസ്റ്റ് ഡാൻസ് ആണ്. ഈ ലബാങ്ക് എന്ന് പറയുമ്പോൾ മൺസൂൺ സീസണിൽ കാണപ്പെടുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. അപ്പൊ ഇതിനെ ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് കളക്ട് ചെയ്യും. ഇതിനെ എത്രത്തോളം കളക്ട് ചെയ്യുന്നോ അത്രത്തോളം ഹാർവസ്റ്റ് ഉണ്ടാകുമെന്നാണ് അവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം. അടുത്താണ് മേലാടോ. മേലേടത്ത. മേലേടത്തെയാണ് ആള്. മേലാടോ നാട്ടിൻപുറം അല്ലേ, മേലാടോ. അപ്പൊ പോസ്റ്റ് ഹാർവസ്റ്റ് ഡാൻസ് ആണ്. പോസ്റ്റ് ഹാർവസ്റ്റ് ഡാൻസ് ആണ്. കേപ്പിംഗ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരാണ് ഇത് കളിക്കുന്നത്. കേപ്പിംഗ്.
കേപ്പിംഗ് കമ്മ്യൂണിറ്റി. അടുത്താണ് മൊസാക് സുമനി. വീണ്ടും മണി. മൊസാക് മണി. സുമനി. ഇത് ആക്ച്വലി ആനിമൽസിനെ ഹണ്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് റിലേറ്റ് വരുന്ന ഒരു ഡാൻസ് ആണ്, ഒരു പെർഫോമൻസ് ആണ്. അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീരാറായ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവിടെ തീരുമെന്ന് വിചാരിക്കരുത്. യു പി ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അച്ഛനാണ് കൊണ്ടുപോയി ആക്കിത്തരുന്നത്. സോ ഡാഡ് കൊണ്ടുപോയി ആക്കിത്തരും, അല്ലെങ്കിൽ ഡാഡ്ര. ഇനി കൺമഷിയൊക്കെ എഴുതത്തില്ലേ ചെറിയ ക്ലാസ്സിൽ, കജ്രി. കാജൽ എന്ന് പറയുമ്പോൾ കൺമഷി എന്നല്ലേ, കജ്രി. ഇനി ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് രാസലീല. ഞാൻ റീസൺ പറഞ്ഞുതരാം, എഴുതി വെച്ചേക്ക്. രാസലീല യു പി ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലായിരുന്നു. 4 അതിൽ കൂടുതലാണ്, തൽക്കാലം ഇല്ല. ചാർക്കുള അല്ലെ, വേണ്ട. എഴുതണമെങ്കിൽ ചാർക്കോൾ, കരി വേണം. ചാർക്കുള നമുക്ക് നോക്കാം. ദാദ്ര ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. കജിരി അവിടങ്ങളിൽ കാണുന്ന ഒരു ഡാൻസ് ആണ്. നൗട്ടങ്കി ലക്നൗ റീജിയനിൽ കാണുന്നതാണ് നൗട്ടാങ്കി. രാസലീല രാധാകൃഷ്ണ സ്റ്റെപ്പുകൾക്കാണ് ഇതിനകത്ത് വരുന്നത്. ഇത് 2008 എൻ്റെ വിശ്വാസം. നോക്കി വെക്കണം. നമ്മുടെ യുനെസ്കോന്റെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ള ഒരു ഡാൻസാണ് രാസലീല. 2008 ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. ചാർക്കുള എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രജ് റീജിയൻ എന്ന് പറയുമ്പോൾ മധുര, വൃന്ദാവൻ ആ റീജിയനിലില്ലേ അടങ്ങളിൽ കളിക്കുന്നത്. അപ്പൊ മധുര, വൃന്ദാവൻ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ജന്മാഷ്ടമി, അതായത് കൃഷ്ണനെ റിലേറ്റ് ചെയ്താൽ കൃഷ്ണന്റെ ജന്മാഷ്ടമിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഡാൻസ് കളിക്കുന്നത്. ഓക്കെ. നമ്മുടെ വെസ്റ്റ് ബംഗാൾ പറഞ്ഞപ്പോൾ ഒന്നും പറയാൻ ഞാൻ വിട്ടുപോയി. ഞാനിപ്പോ പറയാണ് ഗംഭീര. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വരുന്ന എനിക്കൊരു കാളിയുടെ മുഖമാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെക്കുന്നത്. അപ്പൊ ഗംഭീര, കാളിനെ കാണാൻ ഗംഭീരയാണ്. മാൾഡ റീജിയനിലാണ് കാണപ്പെടുന്നത്. ചൈത്ര സംക്രാന്തി ഫെസ്റ്റിവലിനാണ് ഇത് കളിക്കുന്നത്. ഇത് ട്രീസ് അതൊക്കെ വെച്ചിട്ടുള്ള മാസ്ക് ഇതിനകത്ത് യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ ഉണ്ട് ചൗ ഡാൻസ്. ഈ ചൗ ഡാൻസ് ആക്ച്വലി നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. ഓക്കെ. ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്. അതില് ആക്ച്വലി 2 ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഒന്ന് മിനിസ്ട്രി ഓഫ് കൾച്ചറിനനുസരിച്ചിട്ടുണ്ട്, വേറൊരെണ്ണം മിനിസ്ട്രി ഓഫ് കൾച്ചറിനനുസരിച്ചിട്ടുണ്ട്. അതൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ്. ഏത്? നമ്മുടെ ചൗ ഡാൻസ്. ചൗ ഡാൻസിന് 3 വേരിയന്റ് ഉണ്ട്. അത് പറഞ്ഞുതരാം, കാരണം അതൊക്കെ ചോദിക്കുന്നത്. ചൗ ഡാൻസ് ഇതൊരു സെമി ക്ലാസിക്കൽ മാർഷ്യൽ ട്രൈബൽ ഡാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ചൗ ഡാൻസ് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്യുന്ന ചായ എന്ന് പറയുമ്പോൾ എന്താണ്, നിഴല്, ആ ഒരു രീതിയിൽ നിന്നാണ്. ഇതിനൊരു 3 വേരിയന്റ് ഉള്ളത്. ഒന്ന് സരൈക്കേല ചാവു. കേല എന്ന് പറയുമ്പോൾ പഴമാണ്. പഴം നമ്മൾ എന്തിട്ട് വെക്കും? ജാറിലിട്ട് വെക്കും. സോ ജാർഖണ്ഡ് റീജിയനിൽ കാണുന്നതാണ് സരൈക്കേല ചാവു. ഇതിന്റെ വേറൊരു വേരിയന്റ് ആണ് മയൂർബഞ്ച്. ചെറിയ ക്ലാസ്സില് മയൂർ ബെഞ്ചിലിരുന്നപ്പോൾ ഒടിഞ്ഞു പോയി. സോ ഒഡീഷ. ഓക്കെ. ദെൻ പുരുലിയ ചാവു. ആക്ച്വലി വെസ്റ്റ് ബംഗാളിൽ കാണുന്നതാണ്. ഈ ചൗ ഡാൻസിന്
ആക്ച്വലി 2010 നമ്മുടെ യുനെസ്കോയിന്റെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിൽ പേര് കയറിയിട്ടുള്ള ഒരു ഡാൻസ് ആണ്. ഈ ചാവു ഡാൻസിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് മാസ്ക് എന്നുള്ള. പക്ഷേ ഇതിന് മയൂർ ബെഞ്ചില് ഇതില്ല, മാസ്ക് ഇല്ല. ഓക്കെ, എങ്ങനെ ഓർത്ത് വെക്കുന്നത് നമ്മുടെ എം കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആണ് എൻ. അപ്പൊ നോ മാസ്ക്, നോ മാസ്ക്, നോ മാസ്ക്. എന്നും ഓയും കാരണം ഒഡീഷ. LMNO. ഓക്കെ, മയൂർഭഞ്ച്, നോ മാസ്ക്, ഒഡീഷ. നിങ്ങൾ നോക്കിയാൽ മതി, അതിന്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കാളി ദേവിനെ പോലുള്ള ഒരു ഫിഗറാണ് അവർ ഡാൻസിന് യൂസ് ചെയ്യുന്നത്. ആ ഒരു കാണാൻ അങ്ങനെ വരുന്നത്. അടുത്താണ് കർമാനാച്ച്. ഓക്കെ, അടുത്തേതാണ് കർമാനാച്ച്. നമ്മൾ ഇതും കൂടി പറഞ്ഞ് നിർത്തുവാണ് കേട്ടോ. കർമാനാച്ച് എന്ന് പറയുന്നത് കർമ്മ എന്ന് പറയുന്ന ആൾക്കാർ ട്രൈബ്സിന്റെ ഫെസ്റ്റിവലാണ്. ഈസ്റ്റേൺ ഇന്ത്യ റീജിയനിലാണ് ഇത് കാണപ്പെടുന്നത്. അതായത് എസ്പെഷ്യലി നമ്മുടെ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റൂവിന്റെ റീജിയനിലാണ് ഇത് കർമാനാച്ച്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇഷ്ടംപോലെ വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം, അത് ആഡ് ഓൺ ചെയ്തിട്ട് കൂട്ടത്തിൽ പഠിക്കണം. ദെൻ കമന്റ് ആയിട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ചിലപ്പോൾ ബോറായി കാണും, പക്ഷെ ആക്ച്വലി ഇത് ഇങ്ങനെ പല ഫിഗറൊക്കെ യൂസ് ചെയ്ത് എടുക്കേണ്ടതായിരുന്നു. സമയക്കുറവ് മൂലം ഇങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അത് പഠിച്ചു നോക്കുക.